മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 34-ാം വാക്യം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. പത്രോസിൻ്റെ അമിത ആവേശമാണോ അതോ ആത്മവിശ്വാസമാണോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പത്രോസ് കർത്താവിനോട് പറയുന്നു. കർത്താവ് എന്തുകൊണ്ട് ഈ കോഴിയെ പത്രോസിനെ ഉണർത്താൻ തിരഞ്ഞെടുത്തു? കോഴി എന്ന് പറയുന്നത് ഒരു രൂപകമാണ്. അത് ഒരു പ്രവാചക ശബ്ദത്തിൻ്റെ അടയാളമാണ്. വളരെ ഷാർപ്പായിട്ടുള്ള അതിൻ്റെ ശബ്ദം പത്രോസിൻ്റെ ചെവികളിൽ തുളച്ചു കയറി. കോഴി കൂവുന്നതിന് മുൻപുള്ള പത്രോസും കോഴി കൂവിയതിന് ശേഷമുള്ള പത്രോസും പത്രോസിൻ്റെ ജീവിതത്തെ ഇങ്ങനെ രണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. കോഴി കൂവുന്നതിന് മുൻപുള്ള പത്രോസ്, അവനൊരു പൊങ്ങച്ചക്കാരനായിരുന്നു. മാറ്റമില്ലാത്ത വിശ്വസ്തതയെക്കുറിച്ച് അവൻ ഘോരഘോരം പ്രസ്താവിച്ചു. തന്നെക്കുറിച്ച് തന്നെ അവന് വലിയ മതിപ്പായിരുന്നു. കോഴി കൂവിയതിന് ശേഷം പത്രോസിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ. അവൻ കഠിനമായി കരയുന്നു, അനുതാപത്തിലേക്ക് തിരിച്ചു വരുന്നു, രൂപാന്തരീകരണത്തിന് അവൻ ഒരുങ്ങി നിൽക്കുന്നു. പൂവൻ കോഴി എന്ന് പറയുന്നത് ഒരടയാളമാണ്. ഉണരാനും അനുദപിക്കാനുമുള്ള ഒരു ആഹ്വാനമാണ്. പത്രോസിന് ഈ പൂവൻ കോഴിയുടെ ശബ്ദം ഒരു സ്പിരിച്വൽ അലാമായിരുന്നു. ഈ അലാം കേട്ട് അവൻ ഉണർന്നു. അവൻ സ്വയാവബോധത്തിലേക്ക് വന്നു. അവൻ്റെ തോൽവി അവൻ മനസ്സിലാക്കി. ഈ തോൽവി അവന് പശ്ചാത്താപത്തിലേക്കുള്ള ഒരു ഉൾപ്രേരകമായി. പ്രിയമുള്ളവരെ, കോഴികൾ കൂവാറുണ്ട് നമുക്ക് വേണ്ടി, പക്ഷെ നാം അത് കേൾക്കാറില്ല. പത്രോസിൻ്റെ പോലെ അവബോധത്തിലേക്ക് വരാറില്ല. എനിക്ക് വേണ്ടിയാണ് ഈ കോഴി കൂവുന്നത് എന്ന തിരിച്ചറിവ് പോലും എനിക്കില്ല. ഈ കോഴി പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം. വീട്ടിലെ ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ മകനോ മകളോ ആയിരിക്കാം. അനുതാപ സങ്കീർത്തനം നിങ്ങൾ നടത്തുന്ന വൈദികരിൽ ഒരാളായിരിക്കാം. നിങ്ങളുടെ ആത്മമിത്രമായിരിക്കാം. കൂടെ ജോലി ചെയ്യുന്ന ഒരാളോ കൂട്ടത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയോ നിങ്ങൾക്ക് വേണ്ടി കോഴി കൂവുന്നുണ്ടാകാം. അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഈ അടയാളങ്ങളെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു കയറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.